കഴിഞ്ഞ ഒരാഴ്ചയായി നാം കേൾക്കുന്നതും കാണുന്നതും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന, വളരെയേറെ നൊമ്പരപ്പെടുത്തുന്ന, കണ്ണുനീരണിയിക്കുന്ന വാർത്തകളും നേർക്കാഴ്ചകളുമാണ്. നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ പലയിടത്തും മഴ പെയ്യുകയും ആ മഴ അധികരിക്കുകയും പേമാരിയായി മാറി, പ്രളയമായി മാറി, ഉരുൾപൊട്ടലും അതേപോലെ മണ്ണിടിച്ചിലും മറ്റുമൊക്കെയായി നമ്മുടെ സഹോദരങ്ങൾ, ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്, കണ്ണുനീരിലാണ്. പലരുടെയും വീട് നഷ്ടമായി. ആയുസ്സിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു നിമിഷം കൊണ്ടും നഷ്ടമായവർ. പലരുടെയും വരുമാന മാർഗങ്ങൾ നിലച്ചു, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി, നഷ്ടപ്പെട്ടു. സമ്പത്ത് പലതും നഷ്ടപ്പെടുകയാണ്, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ. അങ്ങനെ പല രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പല രീതിയിൽ ദുരിതക്കഴത്തിലാണ് ധാരാളം സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ഈ ദുരന്തകാലത്തെ പലരും പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ചിലർ വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത നിരാശയിലാണ്. ആയുസ്സിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് കൺമുന്നിൽ ഒലിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് സഹിക്കാൻ കഴിയാതെ, ആ യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാതെ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന, അതിൻ്റെ പേരിൽ പതറി നിൽക്കുന്ന ആളുകൾ. മറ്റു ചിലർ വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും നടുവിൽ പാറ പോലെ ഉറച്ച മനസ്സുമായി ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള കരുത്തുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ, അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മറ്റു ചിലർ തിരക്കിലാണ്. തങ്ങളുടെ സഹോദരങ്ങളെ, തങ്ങളുടെ സഹജീവികൾക്ക് വന്നുപോയ ഒരു പ്രയാസത്തിന്റെ, ദുരിതത്തിന്റെ പേരിൽ എങ്ങനെയാണ് അവരെ ഒന്ന് സഹായിക്കാൻ കഴിയുക, എങ്ങനെയാണ് അവരുടെ കണ്ണുനീരൊപ്പാൻ കഴിയുക, എങ്ങനെയാണ് അവർക്കൊരു സഹായത്തിന്റെ കൈത്താങ്ങായി, ഒരു സമാധാനത്തിന്റെ താങ്ങായി, തണലായി മാറാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ള ആലോചനയിൽ സേവന പ്രവർത്തനങ്ങളിൽ തിരക്കിലായി കഴിയുന്ന ധാരാളം നല്ല മനുഷ്യരെയും ചെറുപ്പക്കാരെയും നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റു ചിലർ ഇതിനെ അവസരമായി കാണുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വ്യാജ പ്രചരണങ്ങളും വ്യാജ വാർത്തകളും പടച്ചുവിട്ടുകൊണ്ട് സർക്കാരിനെയും മറ്റും അധിക്ഷേപിക്കുവാനും അതിൻ്റെ പേരിൽ റേറ്റിംഗ് കൂട്ടുവാനും അവസരത്തെ മുതലാക്കുവാനും വേണ്ടി ഈ ഒരു ദുരന്തമുഖത്തെ, പലരുടെയും കണ്ണുനീരിനെ, പലരുടെയും നഷ്ടത്തെ ഉപയോഗപ്പെടുത്തുന്ന ചിലർ. ഒരിക്കലും ഈ സന്ദർഭത്തിൽ പരസ്പരം ഐക്യത്തോടുകൂടി ഈ ദുരിതത്തെ നേരിടാൻ വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ മുഅ്മിനീങ്ങളാണ്. ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസികളാണ് നാം. ഒരു ദുരന്തകാലത്തെ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പ്രയാസഘട്ടത്തെ, ഒരു പ്രളയകാലത്തെ, ഒരു ബുദ്ധിമുട്ടിന്റെ കാലത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ, ഹബീബായ പ്രവാചകൻ വളരെയേറെ വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. പ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്നത് ഒരുപക്ഷെ പരീക്ഷണമാകാം, അതല്ലെങ്കിൽ ശിക്ഷയാവാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ പരീക്ഷണമായി കാണലാണ് ഏറ്റവും ഉത്തമം. കാരണം ഒരു മനുഷ്യനൊരു പ്രയാസം വരുമ്പോൾ, ഒരു മനുഷ്യന് ഒരു ദുരിതം വരുമ്പോൾ, ഒരു നാടിനൊരു പ്രയാസം ബാധിക്കുമ്പോൾ അത് അവരുടെ പാപങ്ങളുടെ പേരിലുള്ള ശിക്ഷയാണ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനൊരു പ്രയാസം നൽകുന്നത് പരീക്ഷണത്തിന്റെ പേരിലാണ്. ഒരുപക്ഷെ അല്ലാഹു അവനെ വളരെയേറെ സ്നേഹിക്കുന്നതിന്റെ പേരിലാവാം.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അശദ്ദുന്നാസി ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചത് ഞാനാണ് സ്വഹാബത്തെ എന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ശേഷം അമ്പിയാക്കളാണ്, എനിക്ക് ശേഷം അമ്പിയാക്കളും സഹാബത്തും മുഅ്മിനീങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുക. കാരണം അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവരുടെ ദറജാത്തുകൾ ഉയർത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അതിന്റെ പേരിൽ അവരെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദുരിതവും പ്രയാസവും അത് പടച്ചവന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും, മനുഷ്യ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. മനുഷ്യ നിന്നെ നാം തീർച്ചയായും ഈ ദുനിയാവിൽ പരീക്ഷിക്കുന്നതാണ്. ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാണ്. എങ്ങനെയാണ് അള്ളാഹു ഓരോ മനുഷ്യരെയും പരീക്ഷിക്കുക? ബിശൈഇൻ മിനൽ അംവാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിനഖസിൻ മിനൽ അംവാൽ, മനുഷ്യന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം, അവന്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഒരുപക്ഷേ പ്രിയപ്പെട്ടവരുടെ, വേണ്ടപ്പെട്ടവരുടെ, ഉറ്റവരുടെ, ഉടയവരുടെ വേർപാടുണ്ടായേക്കാം. അതേപോലെ തന്നെ അവന്റെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഇങ്ങനെ തീർച്ചയായും മനുഷ്യ ഈ ദുനിയാവിൽ നിന്നെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും, തീർച്ചയായും ഉറപ്പാണ് ഈ ദുനിയാവിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കൺമുന്നിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ആയുസ്സിൽ കെട്ടിപ്പടുത്തത് മുഴുവനും നഷ്ടമാകുന്നത് ഒരുപക്ഷെ നീ നിന്റെ കൺമുന്നിൽ കണ്ടേക്കാം. നീ വളരെയേറെ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത് നീ ഒരുപക്ഷെ കുളിപ്പിക്കേണ്ടി വന്നേക്കാം. അവരെ കബറടക്കിയിട്ട് പിടിമണ്ണ് വാരിയിടേണ്ടി വന്നേക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ നിനക്ക് വരിക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വബശ്ശിരി സ്വാബിരീൻ, ആ പരീക്ഷണ ഘട്ടത്തിൽ, ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ വേണ്ടപ്പെട്ടവര് വിട പറഞ്ഞു പോകുമ്പോ ആരെങ്കിലും ക്ഷമിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. അവനക്ക് അള്ളാഹു ഉന്നതമായ പദവികൾ, ദറജാത്തുകൾ, പ്രതിഫലങ്ങൾ സ്വർഗ്ഗലോകത്ത് ഒരുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതുകൊണ്ട് ഈ ദുനിയാവിൽ പരീക്ഷണം എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഒരു പരീക്ഷണം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട്, പ്രയാസം വരുമ്പോ, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പറയുകയാണ്, ഒരു ദുരിതം വരുമ്പോ, ഒരു ദുരന്തകാലം വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങുന്നതാണ്. ഇത് കേവലം ഒരു വാക്ക് എന്നതിന് അപ്പുറം ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയത്തിന്റെ വല്ലാത്ത ആ പ്രതിസന്ധിയിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ടു പോയവരെ നമുക്ക് കാണാൻ കഴിയും. ആയുസ്സിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവന്റെ ഒരു സ്വപ്നമായ വീട് കെട്ടിപ്പടുക്കണമെങ്കിൽ എത്രത്തോളം വർഷങ്ങൾ അതിന്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ടാകും. പ്രവാസ ലോകത്ത് പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ചു പോയി മരുഭൂമിയിൽ കിടന്ന് ചോര നീരാക്കി പണിതുണ്ടാക്കിയ വീട് അത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോവുകയാണ്.
യഥാർത്ഥത്തിൽ അത് നമ്മുടെ പരമാധികാരത്തിലുള്ളൊരു വസ്തുവാണ് എങ്കിൽ ഒരിക്കലും അത് നമുക്ക് നഷ്ടമാകുകയില്ല. ആ സമയത്ത് നമ്മൾ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വീട് ഇത് എനിക്ക് നൽകിയത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്നിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ബിസിനസ് സംരംഭങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ. ഒരു ബിസിനസ് കെട്ടിപ്പടുത്തതിന് ഒരു ലെവലാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര വർഷത്തെ കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഈ ബിസിനസ്, ഈ കച്ചവട സ്ഥാപനം എനിക്ക് നൽകിയത് നീയാണ്. നീ തീരുമാനിച്ചപ്പോൾ നീ എന്നിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുകയാണ്. തലമുറകളോളം പരിപാലിച്ചു വന്ന സമ്പത്തുണ്ടാവും. തലമുറകൾ അത് പരിപാലിക്കുന്നതിനു വേണ്ടി അതിന്റെ പിന്നിൽ അവരുടെ പ്രയാസങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകും. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അത് മുഴുവനും വല്ലാത്ത മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? അല്ലാഹുവേ, പടച്ചവനെ, നീ ഇതെനിക്ക് നൽകിയതാണ്. ഇതെന്റെ അധികാരത്തിലല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, നീ എനിക്ക് നൽകിയതാണ്. നീ തീരുമാനിച്ചെടുത്തോളം ഞാൻ ഇത് കൈവശം വെച്ച് അനുഭവിച്ചു. നീ ഇതാ എന്നിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് നൽകപ്പെട്ട ഓരോ വസ്തുക്കളും, നമ്മുടെ വീടാവട്ടെ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ, നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നാമുമായി ബന്ധപ്പെട്ട എന്ത് ഭൗതിക വിഭവങ്ങളുമാവട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. നമ്മുടെ കഴിവ് എന്നതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അവൻ ഇഷ്ടമുള്ള സമയത്ത് അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് എന്ത് നൽകിയിട്ടുണ്ടോ, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ളത്, ആ നൽകിയതിന് നന്ദിയുള്ളവരായി, ആ നൽകിയതിന് ശുക്റുള്ളവരായി നമ്മൾ മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു പറയുകയാണ്, ലഇൻ ശകറതും ലഅസീദന്നകും. നാം നൽകിയതെന്തോ അതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് എങ്കിൽ അത് നാം വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. ഇനി നന്ദിയില്ല, എല്ലാം വെച്ചനുഭവിക്കുന്നു, പക്ഷേ ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ വിസ്മരിക്കുകയാണ് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ഭാഗത്തു നിന്നുള്ള പിടുത്തം അത് അതികഠിനമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ മുൻകാല സമുദായങ്ങളിൽ നടന്ന പല ജലപ്രളയങ്ങളെ പറ്റിയും അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊരു സമൂഹം, ഒരു നാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ലിസ്സബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ. സബ എന്ന് പറയുന്ന ഒരു നാട്, വളരെയേറെ വിഭവസമൃദ്ധമായ വസ്തുക്കൾ ഉണ്ടായിരുന്ന നാടാണ്, ബലഭൂയിഷ്ഠമായ നാടാണ്. ആ നാട്ടിലെ ജനങ്ങൾ വല്ലാത്ത സന്തോഷവാന്മാരായിരുന്നു, സമാധാനം ലഭിച്ചിരുന്നവരായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ആ പറുദീസയിൽ വളരെയേറെ സന്തോഷത്തോടുകൂടി അവർ ധാരാളം വർഷങ്ങൾ ജീവിക്കുകയാണ്. അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഒരു സമയമെത്തുമ്പോൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കുന്നു, അള്ളാഹുവിനെ വിസ്മരിക്കുന്നു. തിന്മയുടെ പാതയിൽ, മോശത്തരങ്ങളുടെ പാതയിൽ, നന്ദികേടിന്റെ പാതയിൽ അവർ സഞ്ചരിക്കുന്നു. അല്ലാഹു പറയുകയാണ്, ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ ذواتي أكل خمط وأثل وشيء من سدر قليل. ആ സബ എന്ന് പറയുന്ന ബലഭൂയിഷ്ഠമായ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് അവരൊരു ഡാം പടുതിരുന്നു. അവരുടെ നാടിന്റെ മുകളിലായി മലയിടുക്കിൽ ആ ഡാമിൽ നിന്നാണ് അവർ വെള്ളം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അവരുടെ നന്ദികേടിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഡാമിനെ തകർക്കുകയും ആ നാടിനെ അല്ലാഹു നാമാവശേഷമാക്കി കളയുകയും ചെയ്തുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ.
എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു നാടിനെ എന്തിനാണ് നാം നശിപ്പിച്ചതെന്നറിയുമോ? ذَلِكَ جَزَيْنَاهُمْ بِمَا كَفَرُوا وَهَلْ نُجَازِي إِلَّا الْكَفُورَ. അവരുടെ നന്ദികേടിന്റെ പേരിലാണ്. എല്ലാം അവർക്ക് നൽകിയത് അല്ലാഹുവാണ്. അവർക്ക് സമ്പത്ത് നൽകിയത്, വീട് നൽകിയത്, വിഭവങ്ങൾ നൽകിയത്, മക്കളെ നൽകിയത് എല്ലാം അല്ലാഹുവാണ്. പക്ഷേ അതിനവര് നന്ദികേട് കാണിച്ചു. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. ആ നന്ദികേടിന് പകരമായി അവരെ നാം നശിപ്പിച്ചു കളഞ്ഞുവെന്ന് വിശുദ്ധമായ ഖുർആൻ. മറ്റൊരു പ്രളയത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അത് ഈജിപ്തിൽ, മിസ്റിൽ നടന്ന പ്രളയമാണ്. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിലെ ജനങ്ങൾക്ക്, മിസ്റിലെ ജനങ്ങൾക്ക് പരീക്ഷണമായൊരു പ്രളയം അവരിലേക്ക് വിടുകയാണ്. ആ പ്രളയത്തിന്റെ പ്രതിസന്ധി അവർ വല്ലാതെ അനുഭവിക്കുന്നു. നാട്ടിലെ രാജാവായ ഫറോവയുടെ അടുക്കലെത്തുന്നു, ഈ പ്രളയത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ഈ ലോകം മുഴുവനും എന്റെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞ ഫറോവ ആ പ്രളയത്തിൽ തന്റെ പ്രജകളെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനാകുന്നു. ആ ജനങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മൂസ, ഈ പ്രളയത്തിൽ നിന്ന് നീയും നിന്റെ രക്ഷിതാവും ഞങ്ങളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു. ഈജിപ്തിലെ പ്രളയം അവസാനിച്ചു. കുറച്ച് ആളുകൾ നന്മയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് വണങ്ങി നന്മയുടെ പാതയിലേക്ക് കടന്നു വന്നു. എന്നാൽ ചില ആളുകൾ ആ പ്രളയത്തിന്റെ ദുരിതവും ആ പ്രയാസവും നേരിട്ടനുഭവിച്ചിട്ടും അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു താക്കീതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും തിന്മയുടെ പാതയിലേക്ക് സഞ്ചരിച്ചപ്പോ, വീണ്ടും മോശത്തരങ്ങളുടെയും നന്ദികേടിന്റെയും ധിക്കാരത്തിന്റെയും പാതയിൽ സഞ്ചരിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖനാഹും ഫിൽ യം. അല്ലാഹു പറയുകയാണ്, ഏത് വെള്ളത്തിൽ നിന്നാണ്, ഏത് ജലത്തിന്റെ പ്രളയത്തിൽ നിന്നാണോ അവരെ സംരക്ഷിച്ചത്, അവരെ ഞാൻ രക്ഷിച്ചത്, എന്നിട്ടും പാഠം ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ അതേ വെള്ളത്തിൽ തന്നെ അവരെ ശിക്ഷിച്ചു, അവരെ മുക്കിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആന്റെ ഭാഷയിൽ ഓരോ പ്രളയങ്ങളും മനുഷ്യനുള്ള താക്കീതാണ്. അല്ലാഹു ചോദിക്കുന്നു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ ثم لا يتوبون ولا هم يذكرون. അല്ലാഹു ചോദിക്കുകയാണ്, അവലാ യറൗൻ, ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനുഷ്യർ ചിന്തിക്കുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, ഓരോ വർഷവും അവർ പരീക്ഷിക്കപ്പെടുന്നു, മറതൻ ഔ മറതൈൻ, ഒന്നോ ഒന്നിലധികമോ പ്രാവശ്യം, ജലപ്രളയമായി, ഉരുൾപൊട്ടലായി, മണ്ണിടിച്ചിലായി, ഇങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പരീക്ഷിക്കപ്പെടുന്നു. ثم لا يتوبون ولا هم يذكرون. എന്നിട്ടും എന്തേ അവർ ചിന്തിക്കുന്നില്ല, എന്തേ അവർ മനസ്സിലാക്കുന്നില്ല, എന്തേ അവർ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹുവിലേക്ക് എന്തേ അവർക്ക് മനസ്സ് തിരിച്ചു നടക്കാൻ കഴിയുന്നില്ല, തൗബ ചെയ്യാൻ എന്തേ കഴിയുന്നില്ല? ഒരു പ്രയാസവും പ്രതിസന്ധിയുടെ കാലം വരുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലുണ്ടാവേണ്ടത്, അല്ലാഹുവേ, എന്റെ തിന്മകൾ അധികരിക്കുകയാണോ? പടച്ചവനെ, എന്റെ തിന്മകൾ, നിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തിന്മകളുടെ പേരിലാണോ ഈ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്? എന്റെ നമസ്കാരം ശരിയാണോ? ഞാൻ ഹറാമ് ഹലാലുകളെ സൂക്ഷിക്കുന്നവനാണോ? ഞാൻ ജനങ്ങളോടുള്ള ഇടപാടുകളിൽ, അവരോടുള്ള ബന്ധങ്ങളിൽ കൃത്യത പുലർത്തുന്ന വ്യക്തിയാണോ? പലിശയുമായി ബന്ധമുള്ള ആളാണോ? മോശത്തരങ്ങൾ ചെയ്യുന്നവനാണോ? എന്റെ തിന്മകളുടെ പേരിലാണോ ഈ അദാബെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കുകയും
എന്നിട്ട് അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദുരന്തകാലത്തെ ഏറ്റവും വലിയ ഇബാദത്ത് എന്നുള്ളത് മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതാണ്. വീട് നഷ്ടപ്പെട്ടവരുണ്ടാകും, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരുന്നുകളില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ടാകും. അവരെ സഹായിക്കാൻ നമ്മൾക്ക് എന്താണ് സാധിക്കുക? എങ്ങനെയാണ് അവരെ ഒന്ന് സഹായിക്കാൻ കഴിയുക? അവർക്കൊരു നേരത്തെ ഭക്ഷണം എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ, രോഗിയായി കിടക്കുന്നവരെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാൻ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പ്രയാസ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ചിന്തയായിരിക്കണം. ഏറ്റവും വലിയ ഇബാദത്താണ് ഈ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ്. ഒരു മനുഷ്യന് ഒരു പ്രയാസത്തിൽ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ സഹായത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുമെന്ന്, സംരക്ഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ദുരന്തകാലത്തെ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് പ്രയാസം അനുഭവിക്കുന്ന, പ്രളയത്തിന്റെ ദുരിതക്കെടുതികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് നമ്മുടെ യുവജന കൂട്ടായ്മയുടെ പേരിലാവാം, അത് നമ്മുടെ നാടിന്റെ പേരിലാവാം, അത് നമ്മുടെ പൗരസമിതിയുടെ പേരിൽ, മഹലിന്റെ പേരിലാവാം. എങ്ങനെയും ഒരു കൈത്താങ്ങായി മാറാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഈ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.